സോഷ്യൽ മീഡിയയൊക്കെ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തിന്നും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? ഇല്ല. പക്ഷേ സത്യത്തിൽ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയും നമ്മുടെ സമൂഹമൊക്കെ. ഞാൻ വല്ലാതെ ട്രോമ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കഥ ഇങ്ങനെയാണ്. കൃത്യം 1 വർഷം മുമ്പ് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുത്ത് നിന്ന് അവര് സ്വന്തം വീട്ടിലേക്ക് 2ഉം 7ഉം വയസ്സുള്ള 2 കുട്ടികളെയും കൂട്ടി അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് വന്നു. സ്വന്തം വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ അവസ്ഥ അറിയാലോ. തൊട്ടടുത്തുള്ള 2-3 ആളുകളുടെ സഹായത്തോടു കൂടി അവര് ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു. കഴിഞ്ഞ 1 വർഷമായി അവർ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കൊടുത്തിട്ടാണ് അവരവരുടെ ജീവിതം, ഈ 2 മക്കളും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ആ ഭർത്താവ് അവരുടെ വീട്ടില് ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതുമാത്രമല്ല, അതിനുശേഷം അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരും ആ മരണപ്പെട്ട മനുഷ്യന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഈ പാവപ്പെട്ട സ്ത്രീയെ അവര് വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. അവരുടെ മരണത്തിന് കാരണം ഇവരായിരുന്നു എന്നും ഇവർ വിട്ടേച്ചു പോയത് കാരണം അവര് സത്യത്തിൽ ഭക്ഷണം പോലും കഴിക്കാറില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു അവരുടെ പരാതികൾ. അത്തരത്തില് സോഷ്യൽ മീഡിയ നിരന്തരമായി അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് പറയാനുള്ളത് അതിനേക്കാൾ വലിയ കഥകളായിരുന്നു. ആ കുട്ടികളുമായി അവര് ആ ഒരു പാതിരാത്രിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പ് 17 വർഷത്തോളം അവരുടെ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നിരുന്നു. ആ 17 വർഷവും ആ സ്ത്രീ അനുഭവിച്ച നരകയാതന എന്നുള്ളത് സത്യത്തിൽ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തലതാഴ്ത്തിപ്പോഴും. ദിവസവും മദ്യപാനിയായി വീട്ടിൽ വരുന്ന ഒരു അച്ഛൻ അല്ലെങ്കിൽ കുട്ടികളുടെ ബാപ്പ, ഒരു സമാധാനത്തിന്റെ ഒരു വാക്ക് പോലും ആ സ്ത്രീ ആ 17 വർഷമായിട്ട് കേട്ടിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും ആ 17 വർഷം ആ സ്ത്രീ എങ്ങനെയാണ് ജീവിച്ചത് ആ കൂരയ്ക്കുള്ളിൽ എന്നുള്ളത് അവരെ കുറിച്ച് ഒരു അന്വേഷണമോ അതല്ലെങ്കിൽ അവര് പട്ടിണിയാണോ എങ്ങനെയാണ് എന്ന് പോലും അവർ ഇക്കാലം വരെ തിരക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മരണപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞു. ജീവിക്കുന്നവർക്ക് ജീവിക്കണം, അതാണല്ലോ വേണ്ടത്. 2 കുട്ടികളടങ്ങുന്ന ഈ പാവപ്പെട്ട സ്ത്രീ എന്ത് ചെയ്യണം എന്നറിയാതെ അവര് ഇന്നും വിലപിക്കുകയാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല അവര് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഈ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണമുള്ള ഒരു ഭർത്താവ്, നല്ല വീടുള്ള ഒരു ഭർത്താവ്, വലിയ കാറുള്ള ഒരു ഭർത്താവ്, വലിയ ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു ഭർത്താവ്, ഇതൊന്നുമല്ല അവരുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. ചെറ്റക്കുടിലാണെങ്കിലും ആ കൂരയ്ക്കടിയില് ആ ചുമരുകെട്ടുകൾക്കുള്ളില് സമാധാനവും കെയറിങ്ങും ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീയും അവരുടെ പ്രിയപ്പെട്ടവരെ വിട്ടുപോകില്ല എന്നതാണ്